ഇവർക്ക് രണ്ടുപേർക്കും അവരുടെ ലൈഫിനോടുള്ള കാഴ്ചപ്പാട് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അങ്ങനെ രണ്ട് ധ്രുവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഇവർ ജീവിതത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂട്ടിമുട്ടുന്നു. തുടർന്ന് ആകെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന അവരുടെ മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവരുടെ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആകെ മാറി മറിയുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്, ആരാണിവർ എന്നതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പറഞ്ഞ 2014 റിലീസായ ഫോർ ലവ് ആൻഡ് മണി എന്ന കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ സിംഗ്ലുവിനെ കാണിച്ചുകൊണ്ടാണ്. സിംഗ്ലു ഒരു ഫ്ലൈറ്റ് അറ്റൻഡർ ആണ്. അവളുടെ രാവിലെ തന്നെ ജോലിക്ക് വേണ്ടി റെഡിയായി എയർപോർട്ടിലേക്ക് പുറപ്പെടുന്ന സമയം റോഡിലൂടെ പോകുന്ന അവളെ ഒരു വണ്ടി ഇടിക്കേണ്ടതായിരുന്നു. ജസ്റ്റ് മിസ്സിന് ഇടിക്കാതെ പോകുന്നുണ്ടെങ്കിലും ആ വണ്ടിയുടെ ഡ്രൈവർ ആകട്ടെ ഇറങ്ങി അവളുടെ ഒരു ഫോട്ടോ എടുക്കുന്നു. അത് എന്തിനാണെന്നൊക്കെ ചോദിക്കാനായി അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നെങ്കിലും മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാതെ ഇടിക്കാൻ വന്നതും പോരാ, ഫോട്ടോ എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കണമെന്ന് അവൾക്ക് ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ ജോലി തിരക്ക് കാരണം അവൾ അത് കാര്യമാക്കാതെ പോകുന്നു. ഈ ഫ്ലൈറ്റ് അറ്റൻഡറായി ജോലി ചെയ്യുന്നുണ്ടെങ്കിലും സിംഗ്ലുവിന്റെ ആഗ്രഹം ആ രീതിയിൽ കരിയർ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതല്ല. അവൾക്ക് ഈ ഒരു ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഒരു കഫേ സ്റ്റാർട്ട് ചെയ്യണം എന്നതാണ് ആഗ്രഹം. അങ്ങനെ എന്തെങ്കിലും അവളുടെ ലൈഫ്, അവളുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ ചെയ്ത് ലക്ഷ്യം എടുക്കാനായി മുന്നോട്ട് പോകുന്ന ആ ഒരു സമയത്താണ് അവൾ ഒരു ദിവസം ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തേക്ക് പോകുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു വിവാഹം നടക്കുന്ന സ്ഥലത്ത് എത്തിപ്പെടുന്നത്. ഒരു കൗതുകത്തിന്റെ പുറത്ത് പെണ്ണിന്റെയും ചെറുക്കന്റെയും പേരൊക്കെ നോക്കുന്ന അവൾ ചെറുക്കന്റെ പേര് കണ്ട് ഞെട്ടിപ്പോകുന്നു. കാരണം അത് അവളുടെ എക്സിന്റെ നെയിം ആയിരുന്നു. ആക്ച്വലി എക്സ് എന്ന് പറയാൻ കഴിയില്ല, ഇവര് രണ്ടുപേരും നല്ല പ്രണയത്തിലായിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് എവിടേക്ക് പോയി, എന്ത് പറ്റിയെന്നറിയാത്ത രീതിയിൽ ഈ ബോയ് ഫ്രണ്ട് ഡിസപ്പിയർ ആവുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതെ, അങ്ങനെ അവനെ പറ്റി ഒരു വിവരവും ഇല്ലാതിരുന്നതിന് ശേഷം ഇങ്ങനെ അവന്റെ വിവാഹമാണെന്ന് കാണുന്ന അവൾക്ക് അകത്ത് കയറി ഒന്ന് നോക്കാതിരിക്കാൻ ഒരിക്കലും സാധിക്കില്ലല്ലോ. അവൾ അങ്ങനെ അകത്ത് ചെല്ലുമ്പോൾ അവിടെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ഗസ്റ്റുകളോടൊക്കെ വളരെ സന്തോഷത്തില് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവളുടെ എക്സിനെ കാണുന്നു. അവൾ ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇവൻ തന്നെ ചതിക്കുകയായിരുന്നു, ഇവൻ തന്നെ ഒഴിവാക്കാനായിട്ടാണ് ഒരു കോണ്ടാക്റ്റും പിന്നീട് ഇല്ലാതെ പോയതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവൾ വളരെ സങ്കടത്തിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവളെ അവനും കണ്ടിട്ടുണ്ട്. അങ്ങനെ സിംഗ്ലുവിന്റെ പുറകെ എത്തുന്ന ആ ഒരു എക്സ് ബോയ് ഫ്രണ്ട് അവളോട്, നീ വിചാരിക്കുന്നത് പോലെയല്ല, എനിക്ക് ഇവളെ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല ഞാൻ വിവാഹത്തിന് സമ്മതിച്ചത്. അവൾ ആള് നല്ല കാശുകാരിയാ, അവളുടെ സ്വത്തൊക്കെ എന്റെ കൈക്കലാവട്ടെ, എന്നിട്ട് ഞാൻ അവളെ പുകച്ച് പുറത്തു ചാടിക്കാം, നമുക്കൊന്നിച്ച് ജീവിക്കാം, എനിക്ക് നിന്നെ തന്നെ ഇഷ്ടമെന്നല്ല സിംഗ്ലുവിനോട് അയാൾ പറയുമ്പോ അവൾക്ക് അത് കേട്ടിട്ട് ഒരു തരി പോലും സന്തോഷാവുന്നില്ല. യഥാർത്ഥ പ്രണയം ഇങ്ങനെ കാശിന് വേണ്ടി മറ്റൊരാളെ കല്യാണം കഴിക്കാൻ തയ്യാറാക്കുന്ന ഒന്നല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ ഒരു റിലേഷനും ഇല്ലാന്ന് അയാളോട് തീർത്തു പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. എന്തേലും ആകെ വല്ലാതെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ഇൻസിഡന്റ് മൂലം. അവൾ അതുകൊണ്ട് തന്നെ മരിക്കാനായി തീരുമാനിച്ച റൂഫ് ടോപ്പിലേക്ക് കയറുന്നു. ഒരു പെണ്ണിങ്ങനെ മുകളിൽ നിന്ന് ചാടാൻ നോക്കി നിൽക്കുന്നത് കണ്ട് ഒരുപാട് പേര് തടിച്ചു കൂടുന്നുണ്ട്. കൂട്ടത്തിൽ അവളെ രക്ഷിക്കാനുള്ള ഫയർഫോഴ്സും ആംബുലൻസും പോലീസും ഒക്കെ ഉണ്ട് അവിടെ. എന്തായാലും അവൾ ചാടിയാല് സേഫായി ലാൻഡ് ചെയ്യാനായി അവർ താഴെ വേണ്ട സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നു. ഈ സമയം ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ചെങ് എന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ ഇതൊക്കെ കണ്ടിട്ട് ആദ്യം വളരെ ക്യൂരിയസ് ആയി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയ ശേഷം നൈസായി ആ ബിൽഡിങ്ങിനകത്തേക്ക് കയറി അവൾ ഉണ്ടായിരുന്ന റൂഫ് ടോപ്പിലേക്ക് എത്തുന്നു. സംസാരിച്ച് അവളെ താഴെ ഇറക്കാനായി നോക്കുന്ന അവൻ അവൾ വാശിയിൽ തന്നെയാണെന്ന് കാണുമ്പോൾ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. ആ ഒരു സമയം രണ്ടുപേരും കൂടി താഴെ വീഴുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാകുന്നത്. ഭാഗ്യവശാൽ മുന്നേ പറഞ്ഞ പോലെ താഴെ വീണാലും പരിക്കേൽക്കാത്ത രീതിയിലെ സംവിധാനങ്ങൾ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് രണ്ടുപേരും രക്ഷപ്പെടുന്നു. എന്തായാലും മരിക്കാനുള്ള ശ്രമം നടത്തി പാളിയതുകൊണ്ട് വീണ്ടും അത് ശ്രമിക്കാൻ നിൽക്കാതെ തന്റെ ആഗ്രഹം പോലെ ഒരു കഫേ സ്റ്റാർട്ട് ചെയ്യുകയാണ് സിംഗ്ലു. അപ്പോഴേക്കും സിംഗ്ലുവിനെ രക്ഷിച്ച ചെങ് ആദ്യമായി ഇവളെ കണ്ട കാര്യം ഓർക്കുന്നു. ഇപ്പൊ ഈ രക്ഷാപ്രവർത്തനത്തിന് പോയപ്പോഴോ ഈ റോഡിലൂടെ പോയപ്പോ യാദൃശികമായി ഇവള് റൂഫ് ടോപ്പിൽ നിൽക്കുന്നതോ ഒന്നുമല്ല, ഇവൻ അവളെ ആദ്യമായി കണ്ട ആ ഒരു ഇൻസിഡന്റ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, സിംഗ്ലു ജോലിക്ക് പോകുന്ന ടീം അവളെ ഒരു വണ്ടി ഇടിക്കാനായി വന്നതും തുടർന്ന് അതിലെ ഡ്രൈവർ അവളുടെ ഫോട്ടോ എടുത്തതും അന്ന് ആ വണ്ടി ഓടിച്ചിരുന്നത് ചെങ്ങാണ്. അവനാണ് അവളുടെ ഫോട്ടോയും എടുത്തത്. ആ ഫോട്ടോയിലുള്ള പെൺകുട്ടിയാണ് ഇതെന്ന് കണ്ടിട്ട് തന്നെയാണ് അവൻ അവളെ പോയി രക്ഷിച്ചത്. എന്തായാലും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരിക്കാം, എന്തോ അവൻ അവളെ തന്നെ ഓർത്തോർത്ത് ചിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. കൂടാതെ അവൾ കഫേ സ്റ്റാർട്ട് ചെയ്തത് അറിഞ്ഞ് അവിടെ ഒരു റെഗുലർ കസ്റ്റമർ ആയും പോകാറുണ്ട്. അങ്ങനെയുള്ള ഒരു വിസിറ്റിന്റെ ഇടയിൽ സിംഗ്ലുവിന് ചെങ് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. അത് അവളെ ആദ്യമായി കണ്ട ആ ഒരു സമയത്ത് എടുത്ത ഫോട്ടോ നോക്കി അവൻ വരച്ച അവളുടെ ഒരു സ്കെച്ച് ആയിരുന്നു. അത് കൊടുത്തിട്ട്, അന്ന് ഓർമ്മയുണ്ടോ ഞാനാണ് വണ്ടി ഇടിക്കാൻ വന്നതെന്ന് അവൻ പറയുമ്പോഴാണ് അവൾക്ക് ആ കാര്യം മനസ്സിലാവുന്നത് തന്നെ. എന്തായാലും ഞാൻ ആ വണ്ടി ഇടിക്കാൻ വന്നതെന്ന് ഒരാള് ധൈര്യത്തിൽ ഇങ്ങനെ വന്നു നിന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ടാണെന്ന് അവളും പറഞ്ഞു ചിരിക്കുന്നു. അങ്ങനെ പിന്നീട് ഇവർ നല്ല ഫ്രണ്ട്സ് ആവുന്നു. ആ ഒരു ടീം താൻ ഒരു ആർട്ടിസ്റ്റ് ആണെന്നും പക്ഷെ തന്റെ ഫിനാൻഷ്യലി അത്ര സ്റ്റേബിൾ അല്ലാത്ത കാര്യം കൊണ്ട് തന്നെ തന്റെ ആർട്ടൊക്കെ തനിക്കൊരു എക്സിബിഷനായി നടത്താനുള്ള സപ്പോർട്ടൊന്നും ലഭിക്കുന്നില്ല എന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെങ് പറയുമ്പോൾ ചെങ്ങിന് വേണമെങ്കിൽ പാർട്ട് ടൈം ജോലി ഒന്നും ഇല്ലെങ്കിൽ ഈ ആർട്ടിന് തീരെ ബാധിക്കാത്ത രീതിയിൽ ഒരു പാർട്ട് ടൈം ജോലി തന്റെ കഫേയിൽ ചെയ്തുകൂടെയെന്ന് സിംഗ്ലു പറയുന്നു. അതിന് ചെങ്ങും എഗ്രി ചെയ്യുന്നത് കൊണ്ട് രണ്ടുപേരും അങ്ങനെ അവളുടെ കഫേയിൽ വർക്ക് ചെയ്യാനും ആരംഭിക്കുന്നു.
അങ്ങനെ ഇരിക്കെ യാദൃശികമായ ഒരു കാർ റേസ് നടക്കുന്നത് കണ്ട് അതിൽ പോയി പങ്കെടുക്കുന്ന ചെങ്ങിന് അതിൽ ഒന്നാം സമ്മാനമായി കൊടുക്കുന്ന വലിയ തുകയായിരുന്നു പങ്കെടുക്കുന്ന ടീം മോട്ടിവേഷൻ. അവൻ അങ്ങനെ എന്തായാലും ആ ഒരു തുക അതിൽ ജയിച്ച് നേടുകയും തുടർന്ന് സിംഗ്ലുവിനെ ട്രീറ്റിന് ഒരു പോർഷ് റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവിടെ ഇരുന്ന് സംസാരിക്കുന്ന ടീം ഈ സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ അവൾ അവനോട് പറയുന്നുണ്ട്, എന്റെ അച്ഛൻ അതിസമ്പന്നനായിരുന്നു. എന്റെ അമ്മയുടെ മരണശേഷം അദ്ദേഹം വേറൊരു വിവാഹം കഴിച്ചു. തുടർന്ന് ബിസിനസ് ഒന്നും നല്ല രീതിയിൽ കൊണ്ടുപോകാതെ കണക്കുകളൊക്കെ ശരിക്കും പരിശോധിക്കാതെ മറ്റുള്ളവരെ വിശ്വസിച്ച് എല്ലാം തകർന്നുപോയി. അങ്ങനെ ഞാനും പിന്നെ എന്റെ കാലിൽ നിന്ന് എന്റെ കാര്യങ്ങൾ ഇപ്പൊ നോക്കി നടത്തുന്നു എന്നെല്ലാം അവള് പറയുന്നു. അപ്പോഴും ചെങ് അവനെ പറ്റി കാര്യമായി ഒന്നും മിണ്ടുന്നില്ല. എന്തായാലും അതിനുശേഷം വീണ്ടും ഇതുപോലെ കാശിന് വേണ്ടി റേസിൽ പോയി പങ്കെടുക്കുന്നത് ചെങ് ഒരു പതിവാക്കുന്നു. പക്ഷെ അപ്പോഴൊന്നും സിംഗ്ലുവിന് അവൻ ഇങ്ങനെ റേസിൽ പങ്കെടുക്കുന്ന കാര്യം അറിയില്ലായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഇവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം പ്രണയിക്കാൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് തന്നെ പറയാം. പക്ഷെ പ്രണയം തുറന്നു പറഞ്ഞ അങ്ങനെ ഒഫീഷ്യലി പ്രപ്പോസൽ ഒന്നും നടന്നിട്ടില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുകയാണ് ഇവൻ ഇങ്ങനെ റേസിൽ പങ്കെടുക്കുന്നു. അതും അപകടകരമായ റേസിൽ പങ്കെടുത്താണ് ഈ കാശ് നേടുന്നത് എന്ന് അവൾ മനസ്സിലാക്കുന്നു. കാരണം റിസ്ക് എടുക്കാതെ കാശ് കൂടുതൽ കിട്ടില്ലല്ലോ. അപ്പൊ ഈ അപകടം കൂടുതലുള്ള രീതിയിൽ റേസ് ചെയ്യുമ്പോൾ അത് കണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ ത്രില്ലിംഗ് ആണ്. അവരിതിൽ ആരായിരിക്കും ജയിക്കുക എന്നൊക്കെ ബെറ്റ് വെച്ച് കൂടുതൽ കാശ് അതിൽ ജയിക്കുന്ന ആൾക്ക് കിട്ടും. അങ്ങനത്തെ റേസിലാണ് ഇവൻ പങ്കെടുത്തിരുന്നത് എന്നറിയുന്ന അവൾ അവനോട് ദേഷ്യപ്പെടുന്നു. അങ്ങനത്തെ റേസിൽ കിട്ടിയ കാശിനാണ് ഇവനൊന്ന് ട്രീറ്റ് ചെയ്തതെന്നും അവൾക്ക് അങ്ങനെ അന്ന് അറിയില്ലായിരുന്നു. ഇപ്പൊ അതൊക്കെ ഓർത്ത് ആകെ സങ്കടവും കരച്ചിലും ദേഷ്യവും ഒക്കെ വരുന്ന അവളെ അവൻ സമാധാനിപ്പിക്കുന്നു. കൂടാതെ നല്ലൊരു ആർട്ടിസ്റ്റ് ആയ ചെങ്ങിന് വേണ്ടി എന്റെ ഒരു പിക്ചർ വരച്ചു തരുമോ എന്ന് ചോദിച്ച് അവന്റെ മോഡലായി അവൾ ഇരിക്കുന്നു. ചെങ്ങിന്റെ പാഷനെ സിംഗ്ലുവിന്റെ പാഷനെ ചെങ്ങും സപ്പോർട്ട് ചെയ്ത് അവരുടെ റിലേഷൻ അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കാണ് ഒരു കാര്യം നടക്കുന്നത്. ഇപ്പോ ചെങ്ങിന്റെ കൂടെയാണ് സിംഗ്ലു എന്നറിയുന്ന സിംഗ്ലുവിന്റെ എക്സ് അവൾക്കൊരു മാഗസിൻ കാണിക്കുന്നു. അങ്ങനെ ആ മാഗസിൻ കാണുന്ന അവൾ അറിയുന്നത് അവളുടെ കൂടെ ഇപ്പോ സാധാരണ ഒരു ആർട്ടിസ്റ്റായി അവളുടെ കഫേയിലെ ഒരു പാർട്ട് ടൈം ജോലിക്കാരനായി ഒക്കെ നടക്കുന്ന ചെങ്ങ് ഒരു വലിയ ബിസിനസ് മാഗ്നറ്റിന്റെ ഒരേ ഒരു മകനാണെന്നതാണ്. ആ ഒരു നാട്ടിലെ തന്നെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരു വ്യക്തിയുടെ മകൻ തന്റെ കൂടെ ഇങ്ങനെ ആള് മാറി നടന്നിട്ടും താൻ അത് അറിഞ്ഞില്ലല്ലോ എന്ന ആ ഒരു ഞെട്ടലിൽ അവള് നിൽക്കുമ്പോ ഈ എക്സ് ബോയ് ഫ്രണ്ട് അവളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഞാൻ പണം നോക്കി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോയപ്പോ നീ ആ പേരും പറഞ്ഞ് എന്നെ ഉപേക്ഷിച്ചു പോയില്ലേ? അപ്പൊ നീ ചെയ്യുന്നത് എന്താ? അതിസമ്പന്നനായ ഒരാളെ വളച്ചെടുത്ത് നടക്കുകയല്ലെന്നെല്ലാം എക്സ് പറയുമ്പോ ഒരിക്കലും താൻ കാശുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടല്ല ചെങ്ങിനോട് അടുത്തത് എന്ന സത്യം സിംഗ്ലുവിന് അറിയാം. അവൾ അത് പറയുന്നുണ്ടെങ്കിലും അവളെ കുറ്റം പറയാൻ മാത്രമേ ആ ഒരു സമയത്ത് ഈ എക്സ് ബോയ് ഫ്രണ്ട് മെനക്കെടുന്നുള്ളൂ. അവൾ എന്തായാലും ആ ഒരു ഞെട്ടലില് തിരിച്ചെത്തുമ്പോഴേക്കും ചെങ് ഇവിടെ അവൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് പ്രപ്പോസൽ കാത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവൾക്ക് വളരെ അൺഎക്സ്പെക്ടഡ് ആയിരുന്നെങ്കിലും ഇവൻ തന്നോട് സത്യം പറയാതെ മറച്ചു വെച്ച് തന്റെ കൂടെ ആള് മാറി നടന്നു എന്ന കാര്യം കൊണ്ട് ഉള്ള ദേഷ്യം മൂലം അവൾ അവന്റെ പ്രപ്പോസൽ സ്വീകരിക്കാൻ നിൽക്കാതെ ഒന്നും മിണ്ടാതെ പിണങ്ങി പോകുന്നു. അവൾ നേരെ പോയി നിൽക്കുന്നത് അതേ റൂഫ് ടോപ്പിലേക്കാണ്. അവൾ അന്ന് മരിക്കാനായി കയറി നിന്ന അതേ റൂഫ് ടോപ്പിൽ തന്നെ. എന്ത് തീരുമാനം എടുക്കണമെന്ന് ചിന്തിക്കുന്ന അവൾക്ക് ചെങ്ങിനോട് ഒരു ദേഷ്യമില്ല. അവന്റെ അടുത്തേക്ക് തിരികെ പോകാമെന്ന് തന്നെ അവൾ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അവന്റെ അമ്മ അവളെ കാണാനായി എത്തുന്നത്. എന്റെ മകൻ ഇങ്ങനെ അവൻ മാത്രം ഇനി നോക്കി നടത്തേണ്ട ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് ഒരു അനാഥനെ പോലെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് ഞങ്ങൾക്ക് വല്ലാത്ത സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. അവനെ എല്ലാ ടീമും ഞങ്ങൾ വാച്ച് ചെയ്തിരിക്കുകയായിരുന്നു. അവൻ മോളുമായുള്ള റിലേഷനൊക്കെ മുന്നോട്ട് കൊണ്ടുപോയതൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ നിന്നോട് വന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു മൊമെന്റ് കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ചെങ്ങിന്റെ അമ്മയാണ്. നീ എനിക്ക് വേണ്ടി അവനെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരണം. നീ അവന്റെ പ്രപ്പോസൽ റിജക്ട് ചെയ്താൽ നിനക്കൊരു കാശില്ലാത്ത ഒരാളെ വേണ്ട എന്ന് നീ പറഞ്ഞാൽ അവൻ സമ്പന്നനല്ല എന്ന് കരുതി നീ അവനെ റിജക്ട് ചെയ്യുകയാണെന്ന് കരുതി അവനൊരു പക്ഷെ തിരിച്ചു വന്നാലോ? അതുകൊണ്ട് നീ അങ്ങനെ നിന്റെ ഉള്ളിൽ അവനോടുള്ള ഇഷ്ടം മറച്ചു വെച്ച് ഒരു കള്ളം പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി അവനെ തിരികെ കൊണ്ടുവരണമെന്ന് ചെങ്ങിന്റെ അമ്മ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുവഴി കയ്യിലെ കാശെല്ലാം നശിച്ച് അസുഖം ചികിത്സിക്കാൻ പോലും കാശില്ലാതിരിക്കുന്ന സിംഗ്ലുവിന്റെ അച്ഛന്റെ ചികിത്സാ ചെലവിനുള്ള കാശും ഫണ്ട് ചെയ്യാമെന്നൊക്കെ ചെങ്ങിന്റെ അമ്മ പറഞ്ഞത് പ്രകാരം അത് കേൾക്കേണ്ട ഒരു അവസ്ഥയിലാണ് സിംഗ്ലു ഇപ്പോൾ ഉള്ളത്. അവൾ അങ്ങനെ ചെങ്ങിന്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ പ്രപ്പോസൽ റിജക്ട് ചെയ്യുന്നു. ഞാൻ എന്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ വീണ്ടും ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങളുമായി എനിക്ക് യാതൊരു റിലേഷനും ഇല്ല. അയാളുടെ കയ്യിൽ ഇപ്പോ കാശുണ്ട്. എനിക്ക് കാശുള്ള ഒരാളെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് അവൾ ഇങ്ങനെ പോകുമ്പോ അത് കേട്ട് ചെങ് ആകെ സങ്കടത്തിലാവുന്നുണ്ട്. അതിലും സങ്കടം അവനോടുള്ള ഇഷ്ടം മറച്ചു വെച്ച് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞ് അവനെ ഒഴിവാക്കേണ്ടി വരുന്ന സമയത്ത് സിംഗ്ലുവിനും ഫീൽ ആവുന്നുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ മനസ്സ് തകർന്ന് തിരികെ മടങ്ങി ചെല്ലുകയാണ് ചെങ്. അവനെ കാണുമ്പോൾ അമ്മ ഒരുപാട് സന്തോഷത്തിലാവുന്നു. പെയിന്റിംഗ് ഒക്കെ നിർത്തി ആർട്ടിസ്റ്റ് ആകണമെന്നുള്ള നിന്റെ ആഗ്രഹം അവസാനിപ്പിച്ച് നീ കമ്പനിയിൽ ഫോക്കസ് ചെയ്യണം.
നിന്റെ അച്ഛനില്ലാതെ ഇപ്പൊ ഈ കമ്പനി നീ വേണം നോക്കി നടത്താനെന്ന് പറയുന്നു. കാരണം അവന്റെ അച്ഛനും ഒരു ആർട്ടിസ്റ്റ് ആകാൻ വലിയ കൊതിച്ചു കാണുന്ന ഒരാളാണ്. പക്ഷെ ബിസിനസ്സിലേക്ക് പോയ ശേഷം തന്റെ ആർട്ട് പരമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന സങ്കടത്തില് അദ്ദേഹം തന്റെ മകനെ അതിനൊക്കെ അനുവദിച്ചു. പക്ഷെ അച്ഛന്റെ മരണശേഷം അമ്മയ്ക്ക് അത് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അമ്മയോട് പിണങ്ങിയാണ് ചെങ്ങ് ബിസിനസ് നോക്കാതെ വീട് വിട്ട് ഇറങ്ങിപ്പോയത്. എന്തായാലും ഇപ്പോ മടങ്ങി വന്നിരിക്കുന്ന അവൻ കമ്പനിയുടെ ഭരണം ഏറ്റെടുക്കുന്നു. കൂടാതെ അവന്റെ കയ്യിലുണ്ടായിരുന്ന അവൻ വരച്ച ചിത്രങ്ങളെല്ലാം കയ്യിൽ നിന്ന് ഒഴിവാക്കി നിസാര വിലയ്ക്ക് അത് വിറ്റഴിച്ച് തന്റെ പാസ്റ്റ് എല്ലാം അവസാനിപ്പിക്കാനും കമ്പനിയിലും ബിസിനസ്സിലും മാത്രം ഫോക്കസ് ചെയ്യാനും അതുവഴി തന്റെ ഉള്ളിലുണ്ടായിരുന്ന സിംഗ്ലുവിനോടുള്ള ഇഷ്ടം മറവിയിലേക്ക് തള്ളിവിടാനും അവൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇരിക്കെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വിൽക്കാനായി വെച്ചിരുന്ന ചെങ്ങിന്റെ പെയിന്റിങ്ങിൽ ഒന്ന് നല്ല വിലയ്ക്ക് തന്നെ ഒരാൾ വാങ്ങാനായി സമീപിക്കുന്നു. കൂടാതെ അയാൾക്ക് ചെങ്ങിനെ ഒന്ന് നേരിട്ട് കാണണമെന്നും പറയുമ്പോൾ അവൻ അയാളെ നേരിട്ട് ചെന്ന് കാണുന്നുണ്ട്. അപ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത് ആ പെയിന്റിങ് വാങ്ങാനായി വന്നത് മറ്റാരുമല്ല സിംഗ്ലു ആണെന്ന്. ഓ, നിന്റെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ ക്യാഷിനായിരിക്കും അല്ലെ ഇത്ര വില കൊടുത്ത് ഈ പെയിന്റിങ് വാങ്ങുന്നതെന്ന് ചെങ് അവളോട് ചോദിക്കുമ്പോൾ അവൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല. മറിച്ച് അവനോട് ഇനിയും പടങ്ങൾ വരയ്ക്കുമോ എന്നാണ് ചോദിക്കുന്നത്. കാരണം അവന്റെ പടം വര അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. അവൾ അതിനെ പറ്റുന്ന പോലെയൊക്കെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അവൻ പക്ഷെ അതിന് മറുപടി പറയാതെ പോകുമ്പോൾ അവൾക്ക് ആകെ സങ്കടം വരുന്നു. അവൻ അന്ന് കൊടുത്തിട്ട് പോയ ആ ഒരു റിങ് ഇപ്പോഴും അവൾ കയ്യിൽ സൂക്ഷിക്കുന്നുണ്ട്, അവനോടുള്ള ഇഷ്ടത്തിന്റെ സൂചകമായി. പക്ഷെ അവൻ അത് കണ്ടതുപോലുമില്ല. അവൻ ഇറങ്ങി പോയ ഉടനെ അവളും പിറകെ ഓടുന്നുണ്ടെങ്കിലും അവൻ കാണാതെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് അവളുടെ കയ്യിൽ കിടക്കുന്ന വിലപിടിപ്പുള്ള റിങ്ങിന് വേണ്ടി അവളെ റോഡിൽ വെച്ച് ചിലർ ആക്രമിക്കുന്നത്. റെസിസ്റ്റ് ചെയ്യുന്ന അവൾക്ക് ശരീരത്ത് കുത്തേൽക്കുന്നുണ്ടെങ്കിലും അവൾ അവരിൽ നിന്ന് മോതിരം കൊടുക്കാതെ രക്ഷപ്പെടാനായി ഓടുമ്പോ അപ്പോഴേക്കും അവളോട് ദേഷ്യപ്പെട്ടു പോയെങ്കിലും എന്തോ അവളെ വീണ്ടും കണ്ടപ്പോ മനസ്സിലൊരു ചാഞ്ചാട്ടം വന്ന ചെങ്ങ് തിരികെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. രക്ഷപ്പെടാനായി ഓടുന്ന സിംഗ്ലു നേരെ ഓടിച്ചെന്ന് ചാടുന്നത് ചെങ്ങിന്റെ വണ്ടിയുടെ മുന്നിലാണ്. അവൾക്ക് അവിടെ സാരമായി അപകടം പറ്റുകയും അവളെ അവൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ആ ഒരു സമയത്ത് അവളുടെ കയ്യിലെ റിങ്ങും അവളുടെ വെയർബോർഡ്സും ഒക്കെ അന്വേഷിക്കുന്നവന് അവൾ എക്സ് ബോയ് ഫ്രണ്ടിന്റെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞ് പോയത് പച്ചക്കള്ളമാണെന്ന് മനസ്സിലാവുന്നു. കൂടാതെ തന്റെ അമ്മയാണ് അവൾ തന്നിൽ നിന്ന് അകലാൻ കാരണമെന്ന് മനസ്സിലാക്കുന്ന അവൻ തുടർന്ന് അതിനെപ്പറ്റി അമ്മയോട് ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, ശരിയാ, പക്ഷെ നിന്നെ തിരികെ കൊണ്ടുവരാനും നമ്മുടെ ഫാമിലി സ്റ്റേറ്റസിനനുസരിച്ചുള്ള ഒരാൾ നിന്റെ ലൈഫ് പാർട്ട്ണറായി വരാനും എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു എന്ന് അമ്മ പറയുമ്പോൾ ദേഷ്യം വരുന്ന അവൻ എല്ലാം ഉപേക്ഷിച്ച് ഒരിക്കൽ കൂടി ഇറങ്ങാനായി തീരുമാനിക്കുന്നു. അമ്മ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ അത് കേൾക്കാതെ അവിടം വിട്ട് വീണ്ടും ഇറങ്ങുകയാണ്. അങ്ങനെ അവൻ പിന്നീട് സിംഗ്ലുവിന് വേണ്ടിയായിരുന്നു അവന്റെ എല്ലാ സമയവും മാറ്റിവെച്ചത്. അവൾ പരിക്കൊക്കെ മാറി വീണ്ടും ഹെൽത്തിയായി തിരിച്ചെത്തി അവളുടെ ആഗ്രഹം പോലെ കഫേ നടത്തി മുന്നോട്ട് പോകുമ്പോൾ അവൻ അവളെ ഒന്നുകൂടെ പ്രപ്പോസ് ചെയ്യുന്നു. ആഗ്രഹിച്ച് അവൾക്ക് കൊടുക്കാനായി വാങ്ങി കൊടുക്കാൻ സാധിക്കാതെ പോയ അതേ റിങ് വളരെ സന്തോഷത്തിൽ ഇന്ന് അവൻ അവളുടെ വിരലിൽ അണിയിക്കുമ്പോൾ അതിലേറെ സന്തോഷത്തിലാണ് അവൾ അത് സ്വീകരിക്കുന്നത്. അങ്ങനെ പല സാഹചര്യങ്ങൾ കൊണ്ടും സെപ്പറേറ്റഡ് ആകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരുന്ന ഇവർ വീണ്ടും സാഹചര്യങ്ങൾ മൂലം തന്നെ ഇവിടെ ഒന്നിക്കുകയാണ്. അല്ലെങ്കിലും പ്രണയം സത്യസന്ധമാണെങ്കിൽ ഒന്നിക്കാൻ എങ്ങനെങ്കിലും ഒരു സാഹചര്യം വരുമെന്ന് ആരോ പറഞ്ഞത് ഓർത്തുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.